ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഇത്തവണത്തെ വ്ളോഗ് നമ്മൾ കാസർഗോഡ് ചക്ലി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേമസ് ആയിട്ട് എന്തോരം ആൾക്കാരാണ് അത് കഴിക്കുന്ന വീഡിയോ ഇട്ട് കൊതിപ്പിക്കുന്നത്. പക്ഷെ അത് ഉണ്ടാക്കാൻ പോകുമ്പോഴത്തേക്കും അതിന് വേണ്ടുള്ള സാധനങ്ങൾ കാണില്ല. പക്ഷേ ഇത്തവണ എല്ലാ സാധനങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നൊക്കെ പറഞ്ഞു കൊടുത്തേ. ഡേറ്റ്സ്, പഞ്ചസാര, മുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, വിനെഗർ. പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുറുക്കിലിട്ട് കൊടുക്കും. മുറുക്ക് ഏതായാലും പ്രശ്നമല്ല, അത് റൗണ്ട് ആണെങ്കിലാണ്, എല്ലാവരും റൗണ്ടാണ് ഇടുന്നത്. അപ്പം ഓബിയസ്ലി ഇതാ. പിന്നെ എന്തോ കള്ളിക്കൊച്ച അങ്ങനെ എന്തോ ഒരു സംഭവം കൂടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ പുതിന ഇലയും കൂടി ഇട്ടിട്ട് അതിൽ ഈ ഡേറ്റ്സും എല്ലാം കൂടി ഇട്ടിട്ട് അതിനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നീണ്ടിരിക്കുന്ന മുളകില്ലേ, മുളകെന്ന് മുറുക്കില്ലേ, നമ്മൾ ഇവിടെ മേടിച്ചില്ലേ, റവയാണെന്നും പറഞ്ഞിട്ട് അറിയാതെ മേടിച്ചത്, അതിനകത്തിട്ടിട്ട് കുറച്ച് സവാളയും കൂടെ ഒക്കെ ഇട്ടിട്ട് കഴിക്കുന്നത്. അതെന്തായാലും ഇപ്പം നടക്കൂല. ഇപ്പം എന്തായാലും നമുക്ക് ചക്ലി ഉണ്ടാക്കാം. നമ്മൾ പൊട്ടിക്കണം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഡേറ്റ്സ്, പിന്നെ മുളക് പൊടി, അതിനുശേഷം കുറച്ച് ഉപ്പെടുത്തിട്ടുണ്ട്. അതിനുശേഷം നാരങ്ങ, സ്ലൈസ് ഓഫ് ലെമൺ ആൻഡ് വിനെഗർ എടുത്തിട്ടുണ്ട്. ആൻഡ് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടാനാണ് പല വീഡിയോസിലും ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മളെന്തായാലും ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ മുറുക്കും മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം മുറുക്ക് ഇവിടെ മുറുക്ക് വെച്ച് കൊടുക്കുക. ആദ്യം നമ്മൾ കുറച്ച് ഡേറ്റ്സ് മിക്സിയിലിടുന്നു. ഒരു സൈഡിൽ നമ്മൾ മുറുക്ക് പൊട്ടിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങ ഒഴിച്ചു കൊടുക്കാം. മതി 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 പുളി വന്ന് ചാവും നമ്മൾ. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി, ഉപ്പ്, നാരങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പഞ്ചസാര, വിനെഗർ, പിന്നെ അത് ഒന്ന് കുറച്ച് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി, കുറച്ച് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എന്തായിരുന്നത്? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞ് വെള്ളം ഒഴിക്കുക. ലൈറ്റ് വേണം, മാറി അങ്ങോട്ട് ലൈറ്റ് കുറച്ചുകൂടെ അരയണം. ഞാൻ മര്യാദയ്ക്ക് അരയ്ക്കുവായിരുന്നു. നാരങ്ങയുടെ കുരു കിടന്നോണ്ട്. ഡേറ്റ്സിന്റെ കുരു വരുന്ന നാരങ്ങയുടെ കുരു ഇത്ര ശബ്ദം. നമുക്കപ്പോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര തിക്കായിട്ട് വന്നു. ബിക്കോസ് വെള്ളത്തിന്റെ അളവ് കുറഞ്ഞോണ്ടാണ്. അപ്പം കുറച്ചുകൂടെ പേസ്റ്റ് ആയിട്ടിരിക്കണ്ടേ? വേണ്ട, ഇനി എന്തിനു ഗ്രേവി ആവുന്ന കറിയോ? ഓക്കെ, കുറച്ച് ചേട്ടനും കൂടെ മാറ്റി വെച്ചേക്കണേ. നമുക്ക് ഓരോരുത്തരുടെ കഴിച്ചു നോക്കിക്കോ. ഇങ്ങനെ ചരിച്ച് കൊള്ളാമോ? സീരിയസ്ലി കൊള്ളാമോ? എരിവ് മതിയല്ലോ.